ഭൂമി കിഴിച്ചിട്ട് അതിനകത്ത് എന്തു വന്ന് നോക്കുന്നു. ഞാൻ ഇത്രയും വലിയൊരു മണ്ടൻ ലോകത്തിലുണ്ടോ? ഇവൻ ബുദ്ധിമാനാണെന്നല്ലേ പറയുന്നത്. ഭൂമി കിഴിച്ചിട്ട് അതിനകത്തെ എന്താണെന്ന് ചിന്തിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഭൂമിയെ നശിപ്പിക്കല്ലേ? വെളിപ്പാട് പുസ്തകത്തിൽ ഭൂമിയെ നശിപ്പിക്കുന്നതിനും ശിക്ഷയുണ്ട്. അതിൻ്റെ അർത്ഥം എന്ന് പറയാമോ? ഈ വീട് സാറിൻ്റെ, സാറുണ്ടാക്കിയത്, മോനിനകത്ത് വലിയ ചിലവോ കാര്യങ്ങളോ ഒന്നുമില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഇതുണ്ടാക്കുമ്പോൾ അവന് അങ്ങനെ ആയിട്ട്. അപ്പം സാർ ഒരു ദിവസം മോന് കൊടുക്കുക ഈ വീട്, എടാ ഇതെല്ലാം ഞാൻ നിൻ്റെ പേരിൽ എഴുതിത്തരികയാണ്. അപ്പം സാർ പിന്നെ അങ്ങ് മരിച്ചു പോകും, എന്തൊരു ചെയ്തില്ല. ഇവനൊരു ഡ്രില്ലിംഗ് മെഷീനൊക്കെ കൊണ്ടുവന്നിട്ട് ഭിത്തി കിഴിക്കുന്നു, തറ കിഴിക്കുന്നു. എന്തിനാണ് ഇത്? എന്തുകൊണ്ടാണ് പണിയെ നമുക്ക് കണ്ടുപിടിക്കുക. അതിൻ്റെ തറ മാന്തിയിട്ട് ഇത് എന്തുകൊണ്ടാണ് പണിഞ്ഞിരിക്കുന്നത്, ഭിത്തിക്കകത്ത് എന്തൊക്കെയുണ്ട്, ഇതിൻ്റെ മച്ചിനകത്ത്, ഇതിൻ്റെ തട്ടിനകത്ത് എന്തൊക്കെയുണ്ട്, ഇത് ഇവൻ കിഴിച്ചു നോക്കുന്നത്. മറ്റൊരുത്തൻ കണ്ടാൽ ഇവനെ പറ്റി നമ്മൾ എന്ത് പറയും? ഇവൻ മട്ടനാണെന്നല്ലേ പറയത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ സാറേ, ഈ ഭൂമി തുറന്ന് അതിനകത്ത് എന്തോ നോക്കുന്ന മനുഷ്യൻ്റെ ബുദ്ധിഭ്രമം ഓർത്ത് നോക്കി. ഇത് മനുഷ്യൻ ചിന്തിക്കും. ഇവൻ വിചാരിക്കും ഭൂമിക്കകത്ത് എന്തോ കണ്ടുപിടിച്ചവൻ എൻ്റെ ബുദ്ധിമാനാണ്. ദൈവം നമുക്ക് യശയപ്രവനും വെറുതെയല്ല, മനുഷ്യന് പാർക്കുവാനായിട്ടത്ര ദൈവം ഭൂമിയെ. അപ്പം നമുക്ക് പാർക്കുവാൻ, ഈ മകന് പാർക്കുവാനായിട്ട് സാറ് കൊടുത്ത ഈ വീട് മോൻ കിഴിച്ചും തുറന്ന് നോക്കുന്ന പോലെ ദൈവം നമുക്കെന്ന ഭൂമിയെ തുറന്ന് നോക്കി മനുഷ്യൻ തൻ്റെ നാശത്തിന് തന്നെ ആണിയടിക്കുകയാണ്.